സോ അടുത്തത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാപ്റ്റർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. നമ്മൾ 2 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. IFRS റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു. IFRSൻ്റെ ഒരു പോർഷൻ അത്രേ നമുക്ക് വരുന്നുള്ളൂ. ഇനി നമുക്ക് നിങ്ങൾ കഴിഞ്ഞ സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഷെയർസിൻ്റെ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് ഉള്ള ചാപ്റ്റേഴ്സ്. അതിൻ്റെ കുറച്ച് എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഇനി നമുക്ക് നോക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രീസ്, എന്താണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, ഏത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെ വേരിയസ് പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾ ലാസ്റ്റ് സെമ്മിൽ, അതായത് സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ആദ്യം നോക്കുക, അതിനുശേഷം ഈ ചാപ്റ്ററിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ഷെയർസിൻ്റെ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് അല്ല, മറിച്ച് അതിൻ്റെ റെഡീം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ആവുന്ന സമയത്ത്, അത് റെഡീം ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത്, അതിൻ്റെ 3 മെത്തേഡ്സ് അല്ലെങ്കിൽ 3 സോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. ചെറിയ ചാപ്റ്ററാണ്, ജേർണൽ എൻട്രീസ് ആണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഫസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് റിഡംഷൻ. ഓക്കെ, നമ്മൾ ഷെയർസ് പഠിച്ചപ്പോൾ നിങ്ങൾ എന്തൊക്കെ മനസ്സിലായിട്ടുണ്ടാകും? ഷെയർസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വിറ്റി ഷെയർസ് ഉണ്ടാകും ആൻഡ് പ്രിഫറൻസ് ഷെയർസും ഉണ്ടായിരിക്കും. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞപ്പോൾ, ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കമ്പനിയുടെ റിയൽ ഓണേഴ്സാണ്. അവർക്ക് എന്താണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ അപേക്ഷിച്ച് റൈറ്റ് കൂടുതലാണ്. കമ്പനിയുടെ പ്രോഫിറ്റിലാണെങ്കിലും കമ്പനിയുടെ ഓവറോൾ റണ്ണിങ്ങിലാണെങ്കിലും റിയൽ ഓണേഴ്സ് ആവുന്നത് ഇക്വിറ്റി ഷെയർസാണ്. എന്നാൽ മറ്റൊരു ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് അവിടെ എന്താണ് യൂസ് ചെയ്യുന്ന ടേം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് സർട്ടൻ പ്രിഫറൻസ് ഉണ്ട്. പ്രിഫറൻസ് മീൻസ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ പ്രിഫറൻസ് കിട്ടുന്ന ഷെയർ ഹോൾഡേഴ്സാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർക്കൊരു ഫിക്സഡ് റേറ്റിൽ എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിൽ പ്രോഫിറ്റ് എത്ര ഉണ്ടോ അതിന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ കൊടുത്തതിന് ശേഷം വരുന്ന പ്രോഫിറ്റ് മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുള്ളൂ. എന്നാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കറക്റ്റായിട്ട് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അവർക്ക് പ്രിഫറൻസ് ഉണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു റൈറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. വൈൻഡിങ് അപ്പിൻ്റെ സമയത്തും അല്ലെങ്കിൽ ഡിവിഡൻഡ് പേയ്മെൻറ്റിൻ്റെ സമയത്തും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് സർട്ടൻ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആവുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടുണ്ടാകും. ഡിഫറെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ്, റെഡീമബിൾ ആൻഡ് ഇറെഡീമബിൾ എന്നൊക്കെ പറഞ്ഞ് പ്രിഫറൻസ് ഷെയർസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടാകും. അതൊന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, ഒരു ക്ലാസിഫിക്കേഷൻ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആവുന്ന സമയത്ത് അവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ബെനിഫിറ്റ് എന്താണ്? ഓക്കെ, റെഡീമബിൾ മീൻസ് അല്ലെങ്കിൽ റിഡംഷൻ മീൻസ് റീപേയ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൻ പീരീഡിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ഒരു സർട്ടൻ ഈവൻ്റ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ എത്രയാണോ പ്രിഫറൻസ് എമൗണ്ട് വരുന്നത്, ആ ഷെയർ ഹോൾഡേഴ്സ് എത്ര എമൗണ്ട് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അത്രയും എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കും. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെന്താ ചെയ്യുന്നത്? അവരുടെ എമൗണ്ട് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവരെത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ
അതിന് ഇക്വലൻ്റ് ആയിട്ടൊരു നമ്പർ ഓഫ് ഷെയർസ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അവർ. ഓക്കെ, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആവുന്ന സമയത്ത് ഇവർക്ക് സർട്ടൻ പീരീഡ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ 10 ഇയേഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഒക്കെ ആയിരിക്കും ഈ ഒരു റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇവരുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു 10 ഇയേഴ്സ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ്, ആ ഒരു ഹാപ്പനിങ് ഓഫ് ഈവൻ്റ് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവരെത്ര ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ അത്രയും കമ്പനിക്ക് തിരിച്ചു നൽകും. ആൻഡ് കമ്പനി ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിനും തിരിച്ചു കൊടുക്കും. ഓക്കെ, സപ്പോസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 1 lakh റുപ്പീസാണ്. നമ്മളുടെ കമ്പനിയിൽ 1 lakh റുപ്പീസായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരത് 10 ഇയേഴ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇൻ കേസ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ ആ 10 ഇയേഴ്സ് കഴിഞ്ഞാൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 1 lakh റുപ്പി കമ്പനി തിരിച്ച് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ഓക്കെ, ഈ സമയം കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയർസ് എത്രയാണോ അത്രയും ഷെയർ ഹോൾഡേഴ്സ് തിരിച്ച് കമ്പനിക്കും കൊടുക്കുന്നു. ഓക്കെ, കമ്പനി ഇങ്ങനെ 1 lakh റുപ്പീസ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത്, അതായത് 10 കൊല്ലം കഴിയുന്ന സമയത്ത് ചില കേസിൽ കമ്പനി ആ 1 lakh റുപ്പീസ് തന്നെ തിരിച്ചു കൊടുക്കും. ഇതിന് നമ്മൾ പാർ വാല്യൂ എന്നായിരിക്കും പറയുന്നത്. ചില കേസിൽ കമ്പനി 1 lakhന് ഒരു എക്സ്ട്രാ എമൗണ്ട് പ്രീമിയത്തിൽ വേണമെങ്കിലും കൊടുക്കാം. 1 lakhന് പകരം 1,10,000 അല്ലെങ്കിൽ 1,20,000 ഒക്കെ ആയിട്ടും തിരിച്ചു കൊടുക്കാം. ഇതിനെ നമ്മൾ പ്രീമിയം എന്ന് പറയും. ഓക്കെ, അപ്പം റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. റെഡീമബിൾ മീൻസ് റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ റീപേയബിൾ. ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സർട്ടൻ പീരീഡ് കഴിയുന്ന സമയത്ത് തിരിച്ച് റീപേ ചെയ്യാവുന്ന പ്രിഫറൻസ് ഷെയർസിനെയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ടേംസ് നിങ്ങൾ മനസ്സിലാക്കുക. ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് മീൻസ് റീപേയ്മെൻറ്റ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, റീപേയ്മെൻറ്റ് ആ ഒരു ടേമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എപ്പോഴൊക്കെ ആയിരിക്കാം ഈ ഒരു റിഡംഷൻ നടക്കുന്നത്? ഒന്നെങ്കിൽ അറ്റ് എ ഫിക്സ്ഡ് ടൈം ഓർ ഇൻ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ ഇവൻറ്റ് ഓർ അറ്റ് എനി ടൈം അറ്റ് ദ കമ്പനീസ് ഓപ്ഷൻ ഓർ അറ്റ് എനി ടൈം അറ്റ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓപ്ഷൻ. ഒന്നെങ്കിൽ ഒരു സർട്ടൻ പീരീഡ് കഴിയുന്ന സമയത്താകാം, അതല്ലെങ്കിൽ കമ്പനിയുടെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഇവൻറ്റ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ആ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ക്യാൻസൽ ചെയ്യാം. അതല്ലെങ്കിൽ കമ്പനിക്ക് എപ്പോഴാണോ കൺവീനിയൻ്റ് ആവുന്നത് ആ ടൈമിൽ പ്രിഫറൻസ് ഷെയർസിന് തിരിച്ചു കൊടുക്കാം അവരുടെ എമൗണ്ട്. അതല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഏതെങ്കിലും കണ്ടിൻജൻസീസ് വരുന്ന സമയത്ത് അവർക്ക് അവരുടെ ഷെയർസ് എന്ത് ചെയ്യാം? തിരിച്ചു വാങ്ങാം. ഓക്കെ, അപ്പം എന്താണ് റിഡംഷൻ? ആ ടേം എന്താണെന്ന് പഠിക്കുക. അതെന്താണ് ആ കോൺസെപ്റ്റ്, എപ്പോഴൊക്കെയാണ് റിഡംഷൻ നടക്കുന്നത് അത് മനസ്സിലാക്കി വെക്കുക. ദെൻ നമ്മൾ റിഡംഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് സർട്ടൻ പോയിൻറ്റ്സ് നോട്ട് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ സർട്ടൻ പ്രൊവിഷൻസ് അവർ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, കമ്പനീസ് ആക്ട് 2013 നമുക്കിതിൻ്റെ പ്രൊവിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 55 അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന സർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. തിയറി പാർട്ടായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഫസ്റ്റ് പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഒരു തിയറി പാർട്ട് വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു തിയറി പാർട്ടിൽ നിങ്ങൾ ആ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പോയിൻറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വായിക്കുക. The preference shares shall be redeemed out of profit available for distribution of profit or out of the proceeds of fresh issue of shares made for the purpose of redemption.
ഒന്നാമത്തെ കേസ് എന്ന് നമുക്കിങ്ങനെ റിഡീം ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് നമുക്ക് റീപേയ്മെൻറ്റ് നടത്തണം അല്ലെങ്കിൽ റിഡീം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയുടെ കയ്യിൽ സോഴ്സ് വേണം, ഫണ്ട് വേണം. എന്നാൽ മാത്രമേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഫണ്ട് തിരിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫണ്ട് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഈ ഫണ്ട് നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് എടുക്കാം? കമ്പനിയുടെ എല്ലാ സോഴ്സിൽ നിന്നും കൂടെ ഫണ്ട് എടുത്തിട്ട് നമുക്ക് ഒരിക്കലും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ കഴിയില്ല. ഓരോ ഫണ്ടും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതാണ്. സോ റിഡംഷന് നമുക്ക് യൂസ് ചെയ്യാവുന്ന 2 സോഴ്സസ് എന്ന് പറയുന്നത്, ഒന്ന് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്, ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് പറയും. നമ്മൾ പ്രോഫിറ്റിന് നമുക്ക് എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, ഇതുവരെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത പ്രോഫിറ്റ്, ആ ഒരു സോഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കതിനു വേണ്ടി ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് നടത്താം. നമ്മളുടെ കയ്യിൽ എന്തില്ല, പ്രോഫിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു റിസർവും ഇല്ല, ഒരു പ്രോഫിറ്റും ഇല്ല. എന്നാൽ നമുക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഫണ്ട് തിരിച്ചു കൊടുക്കുകയും വേണം ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ. ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി പുതിയ ഇക്വിറ്റി ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്യൂ ചെയ്യാം. നമുക്ക് 1 lakh പ്രിഫറൻസ് ഷെയർസ് റീപേയ്മെൻറ്റ് നടത്താനുണ്ട്, നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 1 lakhന് വേണ്ടിയിട്ട് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? 1 lakh നമ്മൾ വീണ്ടും പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് വാങ്ങുകയാണ്, ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് അവരുടെ അടുത്തുനിന്ന് ഫണ്ട് ഒബ്റ്റെയിൻ ചെയ്യാണ്. ആ കേസിൽ നമുക്ക് നിലവിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫണ്ട് തിരിച്ചു കൊടുക്കും. അതിന് പകരം പുതിയ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് ഉണ്ടാവുന്നുമുണ്ട്. നിലവിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ക്യാൻസൽ ചെയ്യാണ്, അതേസമയം പുതിയ ഇഷ്യൂ ഷെയർ ഹോൾഡേഴ്സിന് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2 സോഴ്സ് എന്താണെന്ന് നിങ്ങൾ ആദ്യം പഠിക്കുക. ഒന്ന് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ distribution of profit. Second one, out of the new issue or fresh issue of shares. 2 സോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിഡംഷൻ നടത്താം. Then the shares to be redeemed must be fully paid up. എന്താണ് fully paid up and partly paid up? ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഷെയർസ്, ഒരു കമ്പനി എ ലിമിറ്റഡ് അവരുടെ ഷെയർസ് 100 രൂപ വരുന്ന 1000 ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്യാണ്, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ അവർക്ക് അവിടെ ടോട്ടൽ 1 lakh റുപ്പീസാണ് കിട്ടേണ്ടത്. 100 രൂപ വെച്ചിട്ട് എത്ര 1000 ഷെയർസാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. സോ ടോട്ടൽ അവിടെ 1 lakh അവർ റേസ് ചെയ്യുന്നു, പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് റേസ് ചെയ്യുന്നുണ്ട്. ഈ 100 രൂപ അവർ ഫസ്റ്റ് കോളിൽ തന്നെ വാങ്ങുന്നതിന് പകരം, അല്ലെങ്കിൽ അറ്റ് എ ടൈം ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തുനിന്ന് റേസ് ചെയ്യുന്നതിന് പകരം 50 റുപ്പീസ് വെച്ച് ഫസ്റ്റ് കളക്ട് ചെയ്യുന്നു. 50 റുപ്പീസ് വെച്ച് 1000 ഷെയർസിന് കളക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആദ്യം എത്ര കിട്ടും? 50,000. 50 ഇൻറ്റു 1000 ഷെയർസ് ചെയ്താൽ 50,000 ക്യാപിറ്റൽ അവർ ഫസ്റ്റ് കളക്ട് ചെയ്യാണ്. ബാക്കി 50,000 അവർ ഏതെങ്കിലും ഒരു പർപ്പസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇവൻ്റ് വരുന്ന സമയത്ത് കളക്ട് ചെയ്യാം എന്ന് കരുതി മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ കേസിനെയാണ് നമ്മൾ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ടോട്ടൽ 1 lakh കളക്ട് ചെയ്യാമായിരുന്നു പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന്. 100 രൂപ വെച്ച് കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 1 lakh കളക്ട് ചെയ്യാമായിരുന്നു. എങ്കിൽ നമുക്ക് അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് പറയാം. ബട്ട് നമ്മൾ ഈ ഒരു കേസിൽ 50 റുപ്പീസ് വെച്ച് മാത്രമാണ്
പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും റേസ് ചെയ്തിരിക്കുന്നത്. ബാക്കി 50 റുപ്പീസ് ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്യാം. ഫസ്റ്റ് കോളിൽ നമ്മൾ ആകെ 50 റുപ്പീസ് വെച്ച് മാത്രമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 50,000 മാത്രമാണ് നമ്മൾ ടോട്ടൽ റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊരു ഓപ്ഷൻ ഉണ്ട്, ബാക്കി 50,000 നമുക്ക് എപ്പോഴാണോ കണ്ടിൻജൻസീസ് വരുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കോൾ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പാർട്ട്ലി പെയ്ഡ് അപ്പ് എന്ന് പറയുന്നത്. പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് മീൻസ് ഷെയർ ഹോൾഡേഴ്സ് അവരുടെ കംപ്ലീറ്റ് എമൗണ്ട് പേ ചെയ്തിട്ടില്ല. ഓക്കെ, പാർട്ട് ഓഫ് ദ എമൗണ്ട് മാത്രം പേ ചെയ്യുന്ന സിറ്റുവേഷനെ നമ്മൾ പാർട്ട്ലി പെയ്ഡ് അപ്പ് എന്ന് പറയുന്നു. എന്നാൽ ചില കേസിൽ കമ്പനി എന്ത് ചെയ്യും, ആ 50 റുപ്പീസ് കൂടെ കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് കോളിൽ പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുകയാണ്. ആ കേസിൽ ഈ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിട്ട് മാറുന്നു. കാരണം 100 റുപ്പിയും ഷെയർ ഹോൾഡേഴ്സ് പേയ്മെൻറ്റ് നടത്തി. ഓക്കെ, അപ്പോൾ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആവുന്ന ഷെയർസ് അറ്റ് ദി എൻഡ് എന്തായിട്ട് മാറുന്നു, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിട്ട് മാറുന്നുണ്ട്. എല്ലാ ഷെയർസും ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് സിംപ്ലി നിങ്ങൾ എത്ര മനസ്സിലാക്കുക, 100 റുപ്പി തരേണ്ട ഒരാൾ, ഒരു ഷെയർ ഹോൾഡർ 100 റുപ്പിയും പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ അവർക്ക് അവരുടെ ഷെയർ എന്ത് ചെയ്ത് കിട്ടുള്ളൂ, റെഡീം ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, കമ്പനിക്ക് അല്ലെങ്കിൽ നഷ്ടമാണ്. 100 റുപ്പീൻ്റെ ഒരു ഷെയറിൽ 50 റുപ്പീസ് മാത്രം അടച്ചിട്ടുള്ളൊരു ഷെയർ ഹോൾഡർക്ക് 100 റുപ്പിയും കമ്പനി തിരിച്ച് നൽകുക എന്ന് പറഞ്ഞാൽ അത് കമ്പനിക്ക് ലോസാണ്. അപ്പോൾ കമ്പനി എങ്ങനെ ചെയ്യുള്ളൂ, ആ 100 റുപ്പിയും ഫുള്ളി പെയ്ഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കമ്പനി ഷെയർ ഹോൾഡർക്ക് അത് തിരിച്ച് റീപേയ്മെൻറ്റ് നടത്തുള്ളൂ. സോ ഷെയർസ് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡപ്പ്. ഓക്കെ, പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ആണെങ്കിൽ അതിന് റെഡീം ചെയ്ത് കൊടുക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് പ്രൊവിഷൻ, ഇൻ ദ കേസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആർ പ്രൊപ്പോസ് ടു റിഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സോഴ്സിൽ ഫസ്റ്റ് കേസ് ആണെങ്കിൽ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റെഡീം ചെയ്യുന്നതെങ്കിൽ ദെൻ ദ ഇക്വാലൻ്റ് amount should be transferred to reserve called capital redemption reserve account. നിങ്ങൾ ഈ എക്സാമ്പിൾ വരുമ്പം ഈ 3 സോഴ്സ് നിങ്ങൾ പഠിക്കും, ഈ 2 സോഴ്സ് നിങ്ങൾ പഠിക്കും. പ്രോഫിറ്റിൽ നിന്നും നമ്മൾ റെഡീം ചെയ്യുമ്പോൾ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യും, ആൻഡ് ഫ്രഷ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ റെഡീം ചെയ്യുന്ന സമയത്ത് അവിടെ എങ്ങനെയൊക്കെയാണ് ജേർണൽ എൻട്രീസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, അതായത് നിലവിൽ നമുക്കുള്ള പ്രോഫിറ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ അവിടെ നമുക്ക് എത്ര എമൗണ്ട് ആണോ റെഡീം ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത്, സപ്പോസ് 1 lakh നമുക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ആ 1 lakh എന്ന് പറയുന്നതാണ് നമ്മളുടെ റെഡീം ചെയ്യേണ്ട എമൗണ്ട്. ഈ 1 lakh നമ്മളുടെ അവൈലബിൾ പ്രോഫിറ്റിൽ നിന്നും ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, CRR അക്കൗണ്ട് എന്ന് പറയും. സോ CRR അക്കൗണ്ടിലേക്ക് നമ്മൾ ഫസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മളുടെ അവൈലബിൾ പ്രോഫിറ്റിൽ നിന്നും നമ്മൾ ആ 1 lakh റുപ്പി അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് റെഡീം ചെയ്യേണ്ടത് അത്രയും എമൗണ്ട് നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഈ ഒരു CRR അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഡംഷൻ നടത്തുന്നത്. ഓക്കെ, ദെൻ ദ പ്രീമിയം ഇഫ് എനി പേയബിൾ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഷാൾ ബി പെയ്ഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഓർ ഔട്ട് ഓഫ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ദെൻ എന്താണ്, നമ്മൾ ഷെയർസ് റീപേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത്, അതായത് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്ന സമയത്ത് 2 കേസ് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു. ഒന്നെങ്കിൽ കംപ്ലീറ്റ് എമൗണ്ട് അതുപോലെ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കാം. 1 lakh റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഷെയർ ഹോൾഡർക്ക് 1 lakh തന്നെ തിരിച്ചു കൊടുക്കാം. അതിനെയാണ് നമ്മൾ പാർ വാല്യൂ എന്ന് പറയുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്ത സെയിം എമൗണ്ട് തന്നെയാണ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ റിഡംഷൻ അറ്റ് പാർ എന്നാണ് പറയുന്നത്. എന്നാൽ 1 lakh റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരു ഷെയർ ഹോൾഡർക്ക് 1,10,000 റുപ്പീസ് അല്ലെങ്കിൽ 1,20,000 റുപ്പീസ് ഓർ
മോർ ദാൻ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ റിഡംഷൻ അറ്റ് പ്രീമിയം എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രീമിയത്തിലാണ് അതിനെ റിഡീം ചെയ്യുന്നത്. പ്രീമിയം മീൻസ് എക്സ്ട്രാ എമൗണ്ടിലാണ് നമ്മൾ അതിനെ റിഡീം ചെയ്യുന്നത് അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ റിഡീം ചെയ്യുന്ന സമയത്ത്, പ്രീമിയത്തിൽ റിഡീം ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ദ പ്രീമിയം ഇഫ് എനി പേയബിൾ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഷാൾ ബി പെയ്ഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് കമ്പനി ഓർ ഔട്ട് ഓഫ് ദ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. നമ്മൾ റിഡംഷൻ്റെ 2 സോഴ്സസ് പഠിച്ചു. ഒന്ന് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് ആൻഡ് സെക്കൻഡ് വൺ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഈ 2 സോഴ്സ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ്റെ സോഴ്സസ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ്, പ്രീമിയത്തിലാണ് നമ്മളുടെ ഷെയർസ് റിഡീം ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം നമ്മൾക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് മീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോഴ്സസ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം ഓൺ റിഡംഷൻ ആണ് നമ്മൾ ഈ 4th പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ പ്രീമിയം മീൻസ് ഒരു എക്സ്ട്രാ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആ എക്സ്ട്രാ എമൗണ്ട് നമുക്ക് എവിടെ നിന്ന് എടുത്തു കൊടുക്കാം? ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പ്രോഫിറ്റിൽ നിന്ന്, അവൈലബിൾ പ്രോഫിറ്റിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം. അതിലത്തെ ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രീമിയം പേയ്മെൻറ്റ് നടത്താം. അല്ലെങ്കിൽ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഓർ സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, SR, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്ന് പറയാം, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ഓക്കെ, സോ പ്രീമിയം നമുക്ക് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രീമിയം പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 സോഴ്സസ് യൂസ് ചെയ്യാം. ഒന്ന് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടാണ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്. നമുക്ക് കമ്പനിക്ക് യൂഷ്വലി അവരുടെ കയ്യിലുള്ള പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള പ്രീമിയം അവർക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് നടത്താം. എന്നാൽ പ്രീമിയം സാധാരണ നമ്മൾ പ്രീമിയം എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അത് ഇല്ലാത്ത കേസസിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ എമൗണ്ട് നമുക്ക് സഫീഷ്യൻ്റ് ആവാത്ത കേസിൽ മാത്രമേ നമ്മളുടെ യൂഷ്വലായിട്ട് കമ്പനിക്ക് ജനറൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്, പ്രീമിയം എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നുള്ളൂ. ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ എപ്പോഴും കൊടുക്കേണ്ടത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനാണ്. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നമുക്ക് ഇല്ലെങ്കിലോ അതല്ലെങ്കിൽ ആ ഫണ്ട് നമുക്ക് സഫീഷ്യൻ്റ് അല്ലാത്ത കേസിൽ മാത്രമേ നമുക്ക് കമ്പനിയുടെ ജനറൽ റിസർവോ അല്ലെങ്കിൽ യൂഷ്വൽ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് പ്രീമിയം പേയ്മെൻറ്റ് നടത്തേണ്ടതുള്ളൂ. അല്ലാതെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പനിക്ക് അങ്ങനെ ഒരു സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളുടെ പ്രീമിയം റിഡംഷൻ്റെ സമയത്തെ പ്രീമിയം നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഈ 4 കണ്ടീഷൻ അല്ലെങ്കിൽ 4 പ്രൊവിഷൻ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇതിൻ്റെ ബേസിലായിട്ടാണ് നമ്മൾ ജേർണൽ എൻട്രീസ് തയ്യാറാക്കേണ്ടത്. അതിൽ നമ്മൾ പറഞ്ഞു റിഡംഷൻ്റെ കേസിൽ നമുക്ക് സോഴ്സസ് എന്ന് പറയുന്നത് 2 സോഴ്സസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ദെൻ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, അവൈലബിൾ പ്രോഫിറ്റ് ഓർ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. 2 കേസാണ് പഠിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട്, അതായത് നമുക്ക് പകുതി ഫ്രഷ് ഇഷ്യൂ ചെയ്തുകൊണ്ടും പകുതി നമ്മളുടെ അവൈലബിൾ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ടും റിഡംഷൻ നടത്താവുന്ന ഒരു കേസ് കൂടെ ഉണ്ട്. സോ ടോട്ടൽ 3 കേസസ് ആണ് നിങ്ങൾക്ക് സോഴ്സസ് ഓഫ് റിഡംഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, റിഡംഷൻ മീൻസ് നമ്മളുടെ പേയ്മെൻ്റ് ആണ്, നമ്മളുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ആ ഒരു പ്രോസസ്സാണ് റിഡംഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, റിഡംഷൻ നമുക്ക് ചെയ്യുന്ന സമയത്ത് സർട്ടൻ പ്രൊവിഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. കമ്പനീസ് ആക്ട് 2013 അതിൻ്റെ പ്രൊവിഷൻസ്, സെക്ഷൻ 55 പ്രൊവിഷൻസ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം
റിഡീം ചെയ്യുന്നതിന് നമുക്ക് 2 സോഴ്സസ് ആണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് നടത്താം, അതായത് പുതിയതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ അവൈലബിൾ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് റിഡംഷൻ നടത്താം. ആൻഡ് അങ്ങനെ നടത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അവരുടെ കംപ്ലീറ്റ് എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയിരിക്കണം, ഓർ ഇറ്റ് ഷുഡ് ബി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. ഓക്കെ, ദെൻ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിലുള്ള കേസും പ്രീമിയം പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുമാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. കാരണം പ്രോബ്ലം ഏരിയാസിലേക്ക് അല്ലെങ്കിൽ ജേണൽ എൻട്രീസിലേക്ക് കൂടുതൽ പോയിൻറ്റ്സ് വരുന്ന രീതിയിലാണ് അത് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് 2 മെത്തേഡായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഈ ഒരു ജനറൽ അവെയർ ആയിട്ട് ഇരിക്കുക. നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ ഈ ഒരു ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രീസ് ഒന്നുകൂടെ റീകോൾ ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിതിൻ്റെ 3 സോഴ്സസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സോഴ്സ് ഏതാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.